ചേട്ടാ ഇവിടെ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഒരു അവസ്ഥ ഇവരുടെ? ഉണ്ടായിരുന്നു. വന്നപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഇങ്ങനെ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പം ഈ വെളുപ്പംകാലമായതുകൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാം സജ്ജീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കുകയും രണ്ടുപേരെ വളരെ സീരിയസ് ആയ രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയും ചെയ്തു. ഒരാളെ മരണപ്പെട്ടു, ആ സമയത്ത് തന്നെ മരണപ്പെട്ടു, മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ നിലയിൽ രണ്ടുപേരുടെ സ്ഥിതിയാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ വിടാൻ വേണ്ടി റെഫർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരെ വിടാനിരിക്കുകയാണ്. ഒരു വളരെ ഭയപ്പാടിലായിരുന്നു ഇവർ വന്ന സമയത്തുണ്ടായിരുന്നു. വളരെ ഒരു ഭയപ്പാടിലും ഭീതിയിലുമായിരുന്നു. ആ സമയത്ത് ആ സ്ഥലങ്ങൾ നിരന്തരമായ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അത്. ഈ ശബരിമല സീസൺ കൂടെ ആയതുകൊണ്ട് വളരെ റഷായ ഒരു സാഹചര്യത്തിൽ കൂടെ ഈ ടൂറിസ്റ്റ് വണ്ടികൾ വളരെ വേഗത്തിൽ വരുന്നതെന്ന് തോന്നുന്നു. വളരെ വേഗത്തിലാണ് അത്. അതിപ്പം വളരെ പരാതി ഉള്ളത് ന്യൂട്രലാണ് ഈ വാഹനങ്ങളെല്ലാം വരുന്നതെന്നുള്ളൊരു വ്യാപകമായ ഒരു പരാതി ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പൂജ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂട്രൽ വാഹനങ്ങൾ വരുന്ന ഒരു അപകടം ഉണ്ടാവാറുണ്ട്. പുനലൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷൻ കൂടിയുണ്ട്. അവരുടെ എല്ലാവരെയും സുരക്ഷിതമാക്കി എല്ലാവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ വലിയൊരു 30 അടി താഴ്ചയിലേക്കൊരു മിനി ലോറി വീണതാണ്. അത് കണ്ടാൽ കുറച്ചുകൂടെ അപകടം തോന്നും. പക്ഷേ ഇപ്പം നാല് പേരെ മെഡിക്കൽ കോളേജിലേക്ക് 2 പേരെ കൊണ്ടുപോയി. 2 പേരെ കൂടെ കൊണ്ടുപോകും. 3 പേരെ ഇനി കൊണ്ടുപോകണം. 3 പേരെ ഇനി കൊണ്ടുപോകണം. പക്ഷെ എന്തായാലും ഇപ്പോൾ എല്ലാം സ്ഥിതിഗതികൾ സ്റ്റേബിളാണ്. കുഴപ്പമില്ല. നമ്മൾ ആശുപത്രിയിലെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാർ അതേപോലെ തന്നെ പോലീസ് അവരെല്ലാം എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എല്ലാം സ്റ്റേബിളായ ഒരു കണ്ടീഷൻ. പൂജ, ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് രാജഗോപാൽ പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ്, CPM ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ നഗരസഭയുടെ പുനലൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. ആ പരാതി വളരെ സജീവമായി ഏറെ നാളുകളായിട്ടുള്ളതാണ്. വണ്ടി ന്യൂട്രിട്ട് വരിക, ന്യൂട്രിട്ട് വന്നിട്ട് അപകടം ഉണ്ടാകുക. ഇത് നിരവധി അപകടങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം ആളുകൾ ഈ ഹൈവേയിൽ ഇങ്ങനെ ലോറികൾ, വലിയ ടിപ്പർ ലോറികൾ വന്ന് ന്യൂട്രിട്ട് വന്നിട്ട് അപകടം ഉണ്ടാകുകയും നിരവധി മരണങ്ങൾ, ഒരു 100 മരണം അടുപ്പിച്ചെങ്കിലും ഈ കലയനാടിനും അല്ലെങ്കിൽ TB ജംഗ്ഷനും ആര്യങ്കാവിനും ഇടയിലായി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അവിടെ സ്ഥിരം പരിശോധനയൊക്കെ നടത്തുന്നതാണല്ലോ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായി വരാറില്ല. ഫലത്തിൽ അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. റോഡ് വശങ്ങളിലെല്ലാം കാട് കയറി കിടക്കുന്ന പ്രശ്നമുണ്ട്. റോഡിന് വീതി കുറവുണ്ട്. അമിത വേഗതയിൽ ടിപ്പർ ലോറികൾ വരുന്ന പ്രശ്നമുണ്ട്. ടിപ്പർ ലോറികൾക്ക് അതിനുള്ളിലെ ഡ്രൈവർമാർക്ക് അപകട സാധ്യത സ്വാഭാവികമായിട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സുരക്ഷിതത്വം നോക്കാതെ വണ്ടി അതിവേഗതയിൽ വരിക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം സമീപനമാണ്. റോഡിൽ യാത്ര ചെയ്യുന്ന മറ്റാളുകളുടെയും മറ്റു വാഹനങ്ങളുടെയും സുരക്ഷിതത്വം നോക്കാതെയാണ് ടിപ്പർ ലോറിയുടെ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. അതിൽ ഈ ഇടയ്ക്ക് ഒരു 2 കൊല്ലം മുമ്പ് പ്ലാച്ചേരിയിൽ ഒരു ഭാര്യയും ഭർത്താവും CPMൻ്റെ ലോ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ലാലിൻ്റെ ഭാര്യയും മരണപ്പെട്ട സംഭവത്തിലാണെങ്കിൽ അതിലെ ഡ്രൈവറുടെ ഒരു കണ്ണ് കാണത്തില്ലായിരുന്നു. ഒരു കണ്ണില്ലാത്ത ആളാണ് ഈ നിലയിൽ വണ്ടി ഓടിച്ചോണ്ട്. രാത്രികാലങ്ങളാകുമ്പോഴേക്കും നമുക്ക് ആ തിരക്ക് കുറവായിരിക്കും. അവർ വലിയ വേഗത്തിലാണ്. പക്ഷേ അവിടുത്തെ ഒരു ഹെയർപിൻ വളവുകളൊന്നും ഇവർക്ക് അറിയാത്തൊരു സാഹചര്യം. രാത്രിയാകുമ്പോഴത്തേനും ഹെയർപിൻ വളവുകളൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരാണ്. സ്വാഭാവികമായി അവർക്ക് ഈ സ്ഥലത്തിൻ്റെ അപകടം ഒന്നും ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല.